ഹായ് ഹലോ നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയർലൻഡിലെ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് നേഴ്സായിട്ടും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് പോകാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു ഫ്രീ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. നിങ്ങൾക്കായിട്ട് ഈ റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നത് UK ബേസ്ഡ് ആയിട്ടുള്ള JNJ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. ഏജൻസിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പീഡിയാട്രിക് കമ്മ്യൂണിറ്റി നഴ്സസ്, രജിസ്റ്റേർഡ് ജനറൽ നഴ്സസ്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിശദമായിട്ട് നോക്കിയാൽ ഇതിൽ നഴ്സസിന് പറ്റിയ 4 കാറ്റഗറി ആപ്ലിക്കേഷനും ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന് പറ്റിയ 2 കാറ്റഗറി ആപ്ലിക്കേഷനും അടക്കം മൊത്തം 6 കാറ്റഗറി ആപ്ലിക്കേഷൻസ് ആണ് വിളിച്ചിരിക്കുന്നത്. അതിൽ ഒന്നിൽ കൂടുതൽ അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി നഴ്സസിന്റെ കേസിലാണെങ്കിൽ NMBA ഡിസിഷൻ ലെറ്റർ കിട്ടിയിട്ടുള്ളവർക്കും അതുപോലെ ഡിസിഷൻ ലെറ്ററിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്തതിൻ്റെ ആ ഇമെയിൽ പ്രൂഫ് സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ QQI ലെവൽ 5 തുല്യമായിട്ടുള്ള ഹെൽത്ത് കെയർ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടായാൽ മതി. അയർലൻഡിലേക്കുള്ള നഴ്സസിനെ സംബന്ധിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വേക്കൻസിനെ കുറിച്ചുള്ള ധാരാളം എൻക്വയറികൾ ലഭിക്കാറുണ്ട്. അപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് പോകാനായിട്ട് ഈ റിക്രൂട്ട്മെന്റിൽ 2 കാറ്റഗറി ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വേക്കൻസീസ് ഉണ്ട്. ഇതിൽ പറയുന്ന യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം കളയാതെ തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോസ്റ്റിന്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ച് അറിയാനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിനെ സംബന്ധിക്കുന്ന വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം അതിനകത്ത് നിങ്ങൾക്ക് കാണാം. അത് വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രീ റിക്രൂട്ട്മെന്റ് അടക്കം മികച്ച ഒരു പാക്കേജ് ഒക്കെ തന്നെയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. വിശദ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ വിശദമായിട്ടുള്ള അപ്ഡേറ്റഡ് CV, OET അല്ലെങ്കിൽ IELTS സ്കോർ കാർഡ്, NMBA ഡിസിഷൻ ലെറ്റർ ഉള്ളവരാണെങ്കിൽ ഡിസിഷൻ ലെറ്റർ, ഇനി അപ്ലൈ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ഇമെയിൽ പ്രൂഫ്, നിങ്ങളുടെ വിശദമായിട്ടുള്ള എക്സ്പീരിയൻസ്, പാസ്പോർട്ട് കോപ്പികൾ തുടങ്ങിയ ഡീറ്റെയിൽസുകളെല്ലാം ഈ കാണിച്ചിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യുക. ഓരോ വേക്കൻസീസിനും കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ആ റെലവൻറ്റ് കോഡ് കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഒരു ഗൂഗിൾ ഫോം ലിങ്കും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഗൂഗിൾ ഫോം ലിങ്ക് കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോമിൽ റെഡ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം മസ്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ആദ്യം കാറ്റഗറി ബേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ജോബ് ആർ യു അപ്ലൈയിങ് ഫോർ, അതിൽ ഒന്നിൽ കൂടുതൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് അപേക്ഷിക്കുന്നവരാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് അങ്ങോട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ മതി. ഇതിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസികളിലേക്ക് നിങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ സമയം കളയാതെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കാരണം ഈ സാഹചര്യത്തിൽ അയർലൻഡിലേക്കുള്ള ഒരു ഇന്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉപകാരപ്രദമായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.